ചിക്കൻ വരട്ടിയത് അല്ലെങ്കിൽ ചിക്കൻ ഉലർത്ത് എങ്ങനെ നല്ല അടിപൊളിയായിട്ട് സൂപ്പർ ടേസ്റ്റിൽ ഉണ്ടാക്കാമെന്നാണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഇത് നമുക്ക് എല്ലാത്തിനും വളരെ സൂപ്പർ മാച്ച് ആയിട്ടുള്ള ഒരു നല്ല ടേസ്റ്റി ഫുഡാണ്. പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തി, ഗീ റൈസ് എല്ലാത്തിനും സൂപ്പർ മാച്ചാണ്. അപ്പോൾ ഇത് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചിക്കൻ എടുത്തിട്ടുണ്ട്. 1.5 കിലോ ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ചിക്കൻ നമ്മൾ ഒരിക്കലും കുക്കറിൽ കുക്ക് ചെയ്യരുത്. ചിക്കനെല്ലാം പൊടിഞ്ഞു പോകുന്നതാണ്. അതുകൊണ്ട് നമ്മളിതെല്ലാം ഒരു ചീനച്ചട്ടിയിലോ അല്ലെങ്കിൽ ഇതുപോലൊരു പാനിലോ കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സവാളയും 2 പച്ചമുളകും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നീട് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ എരിവുള്ള മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. പിന്നീട് 1 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് നമ്മുടെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. പിന്നീട് 1 ടീസ്പൂൺ ഗരം മസാല. ഇത്ര ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിത് കുക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്യുക. എന്നിട്ട് മൂടി വച്ചതിന് ശേഷം നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ടൈമിൽ നമ്മൾ ചിക്കനിലേക്ക് ഒട്ടും തന്നെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ചിക്കനിൽ നിന്നും വെള്ളം ഇറങ്ങി വന്ന് തന്നെ കുക്കായിക്കോളും. അപ്പോൾ നമ്മൾ മൂടി വെച്ചത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ആ സമയം നമുക്കൊരു ഞാനിവിടെ ഒരു ഉരുളിയാണ് എടുത്തിരിക്കുന്നത്. ഉരുളിയോ ഇതുപോലൊരു നോൺ സ്റ്റിക്കോ എടുത്ത് വയ്ക്കുക. എന്നിട്ട് അതിലേക്ക് ഞാനിവിടെ ഒരു സവാളയാണ് അരിഞ്ഞിട്ടിരിക്കുന്നത്. പിന്നീട് 1 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് സവാളയ്ക്ക് പകരം ചെറിയ ഉള്ളിയും ഇട്ട് കൊടുക്കാവുന്നതാണ്. ആ സമയം നമ്മൾ കുക്ക് ചെയ്യാൻ വെച്ചിരിക്കുന്ന ചിക്കൻ ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. നമ്മുടെ ചിക്കൻ ഇവിടെ ഏകദേശം വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സവാള, വെളുത്തുള്ളി, ഇഞ്ചി ഇതൊക്കെ നന്നായിട്ടൊന്ന് ബ്രൗൺ കളറായിട്ട് വരട്ടെ. ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നീട് നമ്മൾ ഇടിച്ചു വച്ചിരിക്കുന്ന മുളക് ഒരു 2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ എരിവിനനുസരിച്ചിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഫ്ലെയിം ലോ ആക്കി വയ്ക്കാൻ ശ്രദ്ധിക്കുക. നമ്മുടെ പൊടികളൊന്നും കരിഞ്ഞു പോകരുത്. ഇനി നമ്മൾ കുക്ക് ചെയ്ത് വെള്ളമൊക്കെ വറ്റി റെഡിയായിട്ട് വന്നിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഫ്ലെയിം ഹൈ ആയിട്ട് തന്നെ വയ്ക്കുക. അപ്പോൾ നന്നായിട്ട് വെള്ളമൊക്കെ ഒന്ന് ഏകദേശം വറ്റി വന്നതിന് ശേഷം നമുക്കൊന്ന് ഫ്ലെയിം ലോയിലിട്ട് പതുക്കെ നന്നായിട്ടൊന്ന് വരട്ടി എടുക്കാവുന്നതാണ്. ഈ ടൈമിൽ നമുക്ക് ഇതിലേക്ക് എരിവ് ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നീട് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അപ്പം നന്നായിട്ട് ചെറിയ ഫ്ലെയിമിൽ തന്നെ കിടന്ന് ഇത് നന്നായിട്ട് വരട്ടിയ പോലെ ആക്കിയെടുക്കണം. അപ്പോൾ നമ്മളിതിലേക്ക് വേപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമുക്ക് ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് സവാള നമ്മൾ പൊരിച്ച് വെച്ചിരിക്കുന്ന സവാള, അതായത് വറുത്ത് കോരിയെടുത്ത സവാള ഇതിൻ്റെ മുകളിലേക്കൊന്ന് ജസ്റ്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ ചിക്കൻ വരട്ടിയത് അല്ലെങ്കിൽ ചിക്കൻ ഉലർത്ത് സൂപ്പർ ടേസ്റ്റാണ്. നമുക്ക് പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ വളരെ ടേസ്റ്റ് ആയിട്ടുള്ളൊരു ചിക്കൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. പിന്നീട് എൻ്റെ നെക്സ്റ്റ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.